കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് തളിപ്പറമ്പ് നഗരഹൃദയത്തിലാണ്. ഇവിടെ കാനാട്ട് കുടുംബത്തിലാണ് ഞങ്ങളുള്ളത്. അവിടെ ഞങ്ങൾ ഡോക്ടർ ജോസഫ് ബെനവൻ IMAയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ തേടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. തളിപ്പറമ്പിലെ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുന്ന ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അമരക്കാരനാണ് അദ്ദേഹം. ഇപ്പോൾ IMAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് IMAയുടെ ഒരു ജീവിതകാലം മുഴുവനുള്ള അംഗത്വമുള്ള ഒരാൾ. അതിനൊക്കെ ഉപരി നമ്മളൊരു 1.5 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ ഈ ആശുപത്രി മാലിന്യങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജനങ്ങൾക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല. അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വരാറുണ്ട്. ഈ സർജിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ ഈ അബോർട്ട് ചെയ്യുന്ന കുട്ടികളുടെ ശരീര അവയവങ്ങൾ വരെ റോഡിലും മാലിന്യ കൂമ്പാരങ്ങളിലൊക്കെ നിന്ന് കിട്ടിയിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിന് മാറ്റം വരുത്താൻ IMAയുടെ നേതൃത്വത്തിൽ ഇമേജ് എന്നൊരു സംവിധാനം, ഈ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ, ഇത്തരത്തിലുള്ള സർജിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ച ടീമിലെ അംഗമാണ് ഡോക്ടർ ജോസഫ് ബെനവൻ. ലയൺസ് ക്ലബിൻ്റെ ഒരു സന്തത സഹചാരിയാണ്. അതോടൊപ്പം തന്നെ ലൂദ് ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റ് കൂടിയാണ്. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജോസഫ് ബെനവനിലൂടെ ഒരു സഞ്ചാരമാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. അത് ഒരു ഡോക്ടർ എന്ന നിലക്ക് രോഗികളെ പരിശോധിക്കുക, ആശുപത്രി നടത്തുക എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് സഞ്ചരിക്കാനും അവിടെയൊക്കെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാനും സാധിച്ച ഡോക്ടർ ജോസഫ് ബെനവൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രിയ പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ ജോസഫ് ബെനവനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എത്തിക്സ് കമ്മിറ്റിയുടെ കൺവീനറായ ഡോക്ടർ ശ്രീകുമാർ വാസുദേവൻ ഏതാണ്ട് 4-5 വർഷം മുമ്പ് സക്സസ് സ്റ്റോറിയിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് IMAയുടെ ഒരു സാരഥി സക്സസ് സ്റ്റോറിയിൽ വരുന്നത് താങ്കളിലൂടെയാണ്. ഡോക്ടർ ശ്രീകുമാർ വാസുദേവനാണ് താങ്കൾ എന്ന ഒരു ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് എന്നോട് ആദ്യം പറയുന്നത്. താങ്കൾക്ക് വീണ്ടും ഞാൻ ഈ സക്സസ് സ്റ്റോറിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ കേരള വിഷനെ ലെറ്റ് മീ താങ്ക് യു ബിക്കോസ് ഐ സീ ഇറ്റ് ആസ് ആൻ ഓണർ. നിങ്ങൾ യു ഫൗണ്ട് മീ വർതി ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ഒരു അർഹനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ സമീപിച്ചതിലും and I'm really delighted and let me thank you for this rare honor. അപ്പോൾ താങ്കൾ എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? ഇതിപ്പോൾ കാനാട്ട് തറവാട്, തളിപ്പറമ്പ് നഗരഹൃദയത്ത് ചിറവക്ക് എന്ന സ്ഥലത്തുള്ള കാനാട്ട് തറവാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കാനാട്ട് തറവാടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാനാട്ട് തറവാടിൻ്റെ ആസ്ഥാനം തൊടുപുഴ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടുക്കി ജില്ലയിൽ. ആക്ച്വലി എൻ്റെ ഫാദർ ഡോക്ടർ KJ ദേവസ്യ. അദ്ദേഹം ആണ് MBBS കഴിഞ്ഞ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. എന്നിട്ട് ഈ അന്നത്തെ കാലത്ത് നമ്മൾ ഹൗസ് സർജൻസി കഴിയുമ്പോൾ ഒരു 2 years റൂറൽ പോസ്റ്റിംഗ്. അന്ന് ഫാദറിനെ ചക്കരക്കല്ലിലേക്ക് PHCയിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഫാദർ അവിടെ ഒരു ജനകീയ ഡോക്ടറായി മാറി ഒരു 2 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഫാദർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയും പിന്നെ എല്ലാവരുമായിട്ടും ആ സൗഹൃദം, നമ്മൾ എപ്പോഴും എന്ത് പറഞ്ഞാലും ഉത്തര മലബാറിലുള്ള ആൾക്കാരുടെ സൗഹൃദം എന്ന് പറയുന്നത് തീർത്തും ഒരു വ്യത്യസ്തമാണ് കമ്പയർഡ് ടു സ്നേഹസമ്പന്നരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫാദർ MD പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അപ്പോൾ ഫാദർ പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഫാദർ ഇടുക്കി ജില്ലയെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഫാദർ വിചാരിച്ചത് ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഫസ്റ്റ് സർവീസ് കണ്ണൂരിലാണ്, അതുകൊണ്ട് കണ്ണൂരിൽ തന്നെ ജീവിതം തുടങ്ങാം എന്ന് തീരുമാനിച്ചു. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അന്നമ്മ. അമ്മ കാഞ്ഞിരപ്പള്ളി വാലുമണ്ണയിൽ കുടുംബാംഗമാണ്. പിതാവ് ഈ കാനാട്ട് ഫാമിലിയും
അമ്മ വാലുമണ്ണേൽ ഫാമിലി. ഈ ബെനവൻ എന്ന പേര് എങ്ങനെയാണോ ബന്ധപ്പെടുന്നത്? ബെനവൻ, അത് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഒത്തിരി പേര് ചോദിക്കുന്ന. ഇപ്പം ബെനവൻ എന്ന് പറയുന്നത്, ബിക്കോസ് എൻ്റെ ഫാദറും മദറും ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബെനവൻ എന്ന് പറയുന്ന പേര് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഒരു സെയിൻറ്റിൻ്റെ പേരാണ്. ആ സെയിൻറ്റിൻ്റെ പേര് ബൊനവെൻച്ചർ എന്നാണ്. ബൊനവെൻച്ചറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗുഡ് തിങ്സ് ടു കം. സോ പ്രോബ്ലി ഐ എം ദ ഗുഡ് തിങ് ടു കം. നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ എല്ലാം കൂടെ 5 മക്കളാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്ക് മൂത്തത് സിസ്റ്ററാണ്. സിസ്റ്ററുടെ പേര് ഷൈന. ഷീസ് മാരീഡ് ടു ഡോക്ടർ MB മാത്യു, ഒരു ഫിസിഷ്യനാണ്. അവർ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. പിന്നെ ഞാനാണ്. ഇപ്പോൾ എൻ്റെ വൈഫ് ആക്ച്വലി ബാംഗ്ലൂർ എൽവത്തിങ്കൽ ഫാമിലിയിൽ നിന്ന് ആണ് വന്നത്. ഷീസ് എ ഫാഷൻ ഡിസൈനർ ആൻഡ് അവരുടേതായ ഒരു ബിസിനസ് ശൃംഖലയും കൊണ്ട് അവർ നടക്കുന്നു. പിന്നെ എൻ്റെ ബ്രദർ ആണ് പ്ലാസിഡ് സെബാസ്റ്റ്യൻ. മിംസിലെ കാർഡിയോളജിസ്റ്റ്, അല്ല ഇന്റർവെൻഷണൽ യെസ്. അപ്പോൾ അദ്ദേഹം മാരി ചെയ്തത് പീച്ചാർട്ട് ഫാമിലിയിൽ നിന്ന് ഡോക്ടർ സ്നേഹ മാത്യു. ഷീസ് എ റേഡിയോളജിസ്റ്റ്. പിന്നെ എൻ്റെ വരുന്നത് ഒരു സിസ്റ്ററാണ്, ഷൈല ജോവിത എന്ന് പറയും. ഷീ ഈസ് മാരീഡ് ടു ഒരു ഡോക്ടർ ജെയിം എബ്രഹാം. ഡോക്ടർ ജെയിം എബ്രഹാം എന്ന് പറഞ്ഞാൽ ഒരു ലോക പ്രശസ്തനായ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. ക്ലീവ്ലൻഡ് ക്ലിനിക് USA ഡയറക്ടർ ഓഫ് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹമാണ് ചെയ്യുന്നത്. അത് ഒരു ഇന്ത്യക്കാരൻ ആ അമരത്തെത്തുന്നത് ആദ്യമായിട്ടാണ് ത്രൂ ഡോക്ടർ ജെയിം എബ്രഹാം. പിന്നെ എൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ബ്രദർ ഡോക്ടർ എബ്രഹാം സെബാസ്റ്റ്യൻ, അദ്ദേഹവും US അദ്ദേഹം നമ്മുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ സ്പെഷ്യലൈസ് ചെയ്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ തന്നെ. നിങ്ങളെല്ലാവരും ജനിച്ചത് മലബാറിലാണ്? ഞങ്ങൾ ആക്ച്വലി ആദ്യത്തെ 4 പേര് ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററും ബ്രദറും മാത്രമാണ് കണ്ണൂർ ജനിച്ചത്. കണ്ണൂർ ജില്ലയിൽ ജനിച്ചു. അപ്പോൾ ആസ്ഥാനം തളിപ്പറമ്പായി മാറി. അങ്ങനെ യെസ്, അങ്ങനെ തളിപ്പറമ്പിലാണ് മാതാപിതാക്കൾ. ഫാദർ വന്ന ആദ്യത്തെ ക്ലിനിക് ഹോസ്പിറ്റൽ തുടങ്ങി, ഒരു 10 ബെഡഡ് ഹോസ്പിറ്റൽ ആദ്യം തുടങ്ങി. അത് ഇത് തന്നെ ലൂർദ് തന്നെ ആ പേര്. നല്ല ഈശ്വരവിശ്വാസിയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ ലൂർദ് എന്ന് വരുന്ന പേരും അങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്. ഫാദർ ഈ ലൂർദ് മാതാവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഫാദർ കൊടയത്തൂർ അവിടെ ഉണ്ടായിരുന്ന ഫാദറിൻ്റെ പാരിഷ് ചേർച്ച് ലൂർദ് പള്ളിയായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഫാദർ ഇവിടെ വന്ന് ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ ലൂർദ് ഹോസ്പിറ്റൽ എന്ന് പേരിട്ടിട്ട് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ലൂർദ് എന്നാണ്. ഏത് ഇയറിലാണ് ലൂർദ് ഹോസ്പിറ്റൽ തുടങ്ങിയത്? ലൂർദ് ഹോസ്പിറ്റൽ തുടങ്ങിയത് വാസ് ഇൻ 1969. അപ്പോൾ തലശ്ശേരി രൂപതയുടെ വള്ളോപ്പള്ളി പിതാവിൻ്റെ കാലഘട്ടത്തിലാണ് പിതാവ് ഇവിടെ വരുന്നതും. വള്ളോപ്പള്ളി പിതാവ് അവിടുന്ന് വലിയ കുടിയേറ്റം നടക്കുന്ന കാലമാണ് അന്നേരം, അല്ലേ? ആ സമയത്ത് പിതാവ് ഇവിടെ ഡോക്ടറായിട്ട് വരുന്നു. അങ്ങനെ ഈ നാടിനെ ഇഷ്ടപ്പെടുന്നു, ഇവിടെ താമസമാക്കുന്നു. അപ്പോൾ താങ്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയാണ്? ഞാൻ എൻ്റെ സ്കൂളിംഗ് മുഴുവൻ നടന്നത് കണ്ണൂർ സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. അപ്പോൾ തളിപ്പറമ്പിൽ നിന്ന് ഡെയിലി പോയി? അല്ല, ഞാൻ അവിടെ ബോർഡിങ്ങിൽ താമസിച്ചു. ബിഫോർ ദാറ്റ് ഞാൻ നമ്മുടെ ഇപ്പോൾ ലൈൻ സ്കൂൾ പണ്ട് കോയഡായിരുന്നു 4ാം ക്ലാസ് വരെ. അന്ന് മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ, അപ്പം 1 to 4 കിൻഡർ ഗാർട്ടൻ തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രനിലായിരുന്നു. പിന്നെ 5th തൊട്ടിട്ട് 10th വരെ സെൻറ്റ് മൈക്കിൾസിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 11th and 12th ആക്ച്വലി ഐ വാണ്ടഡ് ടു ഗോ ടു ബാംഗ്ലൂർ. അപ്പോൾ ഫാദർ പറഞ്ഞാൽ ഒന്നും പറ്റിയില്ല, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇതിൽ പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചു. എന്നിട്ട് പിന്നെ എൻട്രൻസ് എഴുതി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ സൗഹൃദങ്ങളൊക്കെ ആരൊക്കെയാണ്? അന്നത്തെ ആ കാലഘട്ടം ഒന്ന് ഓർക്കാൻ പറ്റും? സെൻറ്റ് മൈക്കിൾസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ താങ്കളുടെ ഒപ്പം പഠിച്ച ഇന്നും സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ആരാണ്? നമുക്ക് പ്രധാനപ്പെട്ട മുഖ്യധാരയിൽ ഉള്ള ആളുകളെ കുറിച്ച് മുഖ്യധാരയിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച ഇപ്പം ഡോക്ടർ സുനിൽ ജോർജ് ഉണ്ട്. പുള്ളി ഈസ് എ നെഫ്രോളജിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അലക്സാണ്ടർ സാറിൻ്റെ അല്ല, പുള്ളി KM മാണിയുടെ സണ്ണിൻലോ. KM മാണിയുടെ സണ്ണിൻലോ. പിന്നെ ഒരു ഷീലൻ സുഗുണനുണ്ട്. അദ്ദേഹം ഇപ്പം നാസ്കോമിൻ്റെ ഒക്കെ ഒരു വലിയ മെമ്പറായിട്ട്, ഹീസ് എ ടെക്കി. അപ്പം പിന്നെ ഒരു ബെന്നി ഉണ്ട്, ഹീസ് ഓൾസോ എ ടെക്കി. പിന്നെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു 1-2 പേര്. ഡോക്ടർ എബ്രഹാം എന്ന് ഞങ്ങൾ ജോഷി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിലുള്ള ഒരു അറിയപ്പെടുന്ന ഡെൻറ്റിസ്റ്റാണ്. പിന്നെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. നയൻതാര നമ്മുടെ ഒരു ഡാൻസ് ആൻഡ് മ്യൂസിക്കിലൊക്കെ ഉള്ള അങ്ങനെ. പിന്നെ ഡോക്ടർ സലിൽ, Dr. Mandagini's son, all of them, we were all together. We had a good team. ഇപ്പോഴും നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും
രസകരമായ ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റും. കാരണം സെൻറ്റ് മൈക്കിൾസൊക്കെ ആ കാലഘട്ടത്തിൽ മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, പിന്നെ ആ ഒരു ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. സെൻറ്റ് മൈക്കിൾസും കാൻറ്റോൺമെൻറ്റ് ഏരിയയും ആ ജീവിതം എങ്ങനെയാണ് ആ കാലഘട്ടം എന്ന് ഓർത്തെടുക്കാൻ പറ്റും? സെൻറ്റ് മൈക്കിൾസിലുണ്ടായിരുന്ന അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ആക്ച്വലി വെരി ഡിഫറെൻറ്റ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ വെച്ച് നോക്കുമ്പം അന്ന് സെൻറ്റ് മൈക്കിൾസിൽ ഞങ്ങൾ ബോർഡിങ്ങിൽ പഠിക്കുന്നത് കൊണ്ട് അത് ശരിക്കും പറഞ്ഞ ഒരു ഗുരുകുലം പോലെയായിരുന്നു. ലൈക്ക് പ്രീസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഡയറക്ടേഴ്സ്, ദേ വർ വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു അസ്. എന്നിട്ട് എനിക്ക് സെൻറ്റ് മൈക്കിൾസിൽ ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി, എവ്രി സൺഡേ ഞങ്ങൾക്ക് ഈ എലക്യൂഷൻ കോമ്പറ്റീഷനുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് കോമ്പറ്റീഷനുണ്ട്. എന്നിട്ട് ഞങ്ങൾ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ മൂവി റിവ്യൂ, ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും പോലും മൂവി റിവ്യൂ വന്ന് ചെയ്യണം. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പലും ബോർഡിംഗ് ഡയറക്ടേഴ്സൊക്കെ ഇരുന്നിട്ട് ദെയിൽ ഇവാലുവേറ്റേഴ്സ്, നമ്മൾ ചെറിയ പിള്ളേരാണെങ്കിൽ പോലും ദെയിൽ ഇവാലുവേറ്റേഴ്സ് ആൻഡ് ദെയിൽ ടെൽ us ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ഇസ് മൈ ഓററ്റോറിയൽ സ്കിൽസ്, ബിക്കോസ് ഐ എം സപ്പോസ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് സ്പീക്കേഴ്സ് ഇൻ IMA. അത് അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ട്രെങ്ത്താണ്. പിന്നെ ഗെയിംസ്, കമ്പൽസറി ഗെയിംസ് ആയിരുന്നു. കമ്പൽസറി ഗെയിംസ്, അപ്പം നമുക്ക് വി ക്യാൻ ചൂസ് ആ ഗെയിംസ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കാം, ഷട്ടിൽ കളിക്കണമെങ്കിൽ ഷട്ടിൽ കളിക്കാം. അപ്പം ഞാൻ ആക്ച്വലി ആ സമയത്ത് ഫോക്കസ് ചെയ്തത് വാസ് പ്യുവർലി ഓൺ ക്രിക്കറ്റ് ആൻഡ് ഷട്ടിൽ. അപ്പോൾ അത് ഇറ്റ് ഹെൽപ്പ് മീ ലോട്ട്. ഇപ്പം ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പം ക്രിക്കറ്റിൽ ഞാനായിരുന്നു കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പണിംഗ് ബോളർ. അതുപോലെ ഷട്ടിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി ആസ് വെൽ ആസ് അക്കാഡമിക്സ് ആസ് വെൽ ആസ് നമ്മുടെ അതർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എല്ലാം ഒരു ഈക്വൽ എംഫസിസ് കൊടുത്തിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇസ് സോ ചേഞ്ച് ദാറ്റ് സ്റ്റുഡൻസ് ഹാവ് ബിക്കം ക്ലോസറ്റഡ് ആൻഡ് പ്രോബബ്ലി ഐ ഡോണ്ട് നോ, ചിലപ്പം നമ്മുടെ കാലത്തിനനുസരിച്ച് ഈ സാധനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ക്രീമായിട്ടുള്ള കാലഘട്ടമാണ്. ആ സ്കൂൾ വിദ്യാഭ്യാസ കാലം എടുത്തുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും മനുഷ്യൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിരിക്കുന്ന ഒരു കാലമായിരിക്കും. കോളേജ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമ്മൾ മറക്കാൻ ശീലിക്കും. ഇപ്പം എല്ലാം പോസിറ്റീവാണ് സെൻറ്റ് മൈക്കിൾസ് ജീവിതകാലം താങ്കൾ പറയുമ്പോൾ. എന്തെങ്കിലും നെഗറ്റീവുകൾ പറയാനുണ്ടോ? നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ പോസിറ്റീവിന് കുറച്ചുകൂടി വാല്യൂ വരിക. എന്താണ് നെഗറ്റീവ്? അന്നത്തെ കാലത്ത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അതൊക്കെ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് ഇത് വെച്ച് നമ്മൾ നോക്കുമ്പം അതായിരുന്നു കറക്റ്റ്. കറക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ്. താങ്കൾ പഠിച്ച കാലം കൃത്യതയും കൃത്യനിഷ്ഠയും കൃത്യമായ അതിർവരമ്പുകളുമുള്ള ഒരു കൂട്ടിലായിരുന്നു വളർന്നത്. അതാണോ നല്ലത്, ഇതാണോ നല്ലത്? വെറുതെ സാന്ദർഭികമായി. ഇപ്പം ലൈക്ക് ആസ് ദി IMA പ്രസിഡന്റ് വി ഇന്ററാക്ട് വിത്ത് ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. അത് മാത്രമല്ല ഞങ്ങളുടെ കോളേജിൽ അക്രോസ് ഓൾ ദ കോഴ്സസ് ദാറ്റ് വി റൺ നമുക്ക് മോർ ദാൻ 1200 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ക്യാമ്പസിൽ. അപ്പോൾ ആ സ്റ്റുഡൻസിനെയൊക്കെ നോക്കുമ്പം പ്രോബബ്ലി ഐ ഫെൽറ്റ് നമ്മൾ ആ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻഡ് അറ്റ്മോസ്ഫിയറിൽ കൂടെ വളർന്നു വന്നതുകൊണ്ട് ആ സമയത്തെ കുട്ടികളുടെ കോപ്പിംഗ് മെക്കാനിസം വാസ് ബെറ്റർ. നമുക്കിപ്പോൾ ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പതറിയല്ല, നമുക്ക് ആ ഒരു ധൈര്യമുണ്ട് അത് ഫേസ് ചെയ്യാൻ. നമ്മൾ എന്താ പറയുക മലയാളത്തിൽ എന്താ തീയിൽ കുരുത്തത്. ഡോക്ടർ ജോസഫ് ബെനവന്റെ ഈ സർ സയ്യിദ് കോളേജ് കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ബാംഗ്ലൂർ പോകാൻ അച്ഛൻ സമ്മതിച്ചില്ല. അതെന്താണ്, കുഴപ്പക്കാരനായി പോകും തോന്നിയോണ്ടാണോ? അല്ല, ഫാദർ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മെഡിസിൻ ഒക്കെ അന്ന് എൻട്രൻസ് തുടങ്ങിയ കാലം, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ എയിം ഉണ്ടായിരുന്നു ഡോക്ടർ ആകണമെന്ന്. താങ്കൾ ആഗ്രഹിച്ചിരുന്നു? അത് പിതാവിന്റെ നിർബന്ധമാണ്? ഫാമിലിയുടെ പ്രഷറായിരുന്നു. സത്യത്തിൽ താങ്കൾ എന്താകാനാണ് ആഗ്രഹിച്ചത്? ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ കോർപ്പറേറ്റ് വേൾഡിലോട്ട് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ. ബിക്കോസ് വാട്ട് ഐ തോട്ട് എൻ്റെ പേഴ്സണാലിറ്റിയും എൻ്റെ അപ്രോച്ചൊക്കെ വെച്ചിട്ട് ഐ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ മാനേജർ, പ്രോബ്ലി ഒരു കോർപ്പറേറ്റ് CEO ഒക്കെ ആകുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പാറിപ്പറന്ന് നടക്കാനും അല്ലേ, അങ്ങനെയാണ് ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിനെ അച്ഛൻ ആദ്യം തന്നെ അതിനെ കൈകാര്യം ചെയ്തു. എങ്ങനെ അച്ഛനത് മോട്ടിവേറ്റ് ചെയ്ത് ഈ MBBS എത്തിച്ചത്? താങ്കൾ ഈ ആഗ്രഹം അച്ഛനോട് ഷെയർ ചെയ്തില്ലായിരുന്നോ? അല്ല, ആക്ച്വലി MBBS നമ്മുടെ അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇൻഫർമേഷൻ നമ്മുടെ ഫിംഗർ ടിപ്സിലൊന്നുമില്ല. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ് കണ്ടുപിടിക്കലാണ്. അതെ, അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ്. അപ്പം ആക്ച്വലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെ there was no second thought.
കാരണം ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർ എല്ലാവരും അങ്ങനെ. അപ്പം ഫാദറിൻ്റെ എൽഡസ്റ്റ് സണ്ണായ സ്ഥിതിക്ക് ഹി വാണ്ടഡ് സമ്മൺ ടു ടേക്ക് അപ്പ് ഹിസ് ലീഡ്. അപ്പം നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു നല്ല കുട്ടി. അതിനപ്പുറത്തേക്ക് ഒരു ചലഞ്ചിങ് ഇല്ല. ഇന്നത്തെ പോലെ എനിക്കിത് വേണം, മക്കൾ എന്തു പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണം എന്നൊരു അവകാശങ്ങളില്ലാത്ത ഒരു കാലഘട്ടം. ഇന്ന് മകൻ പഠിക്കണം എന്ന് പറയുന്ന എതിരായി പറഞ്ഞ കേസ് വരും. അപ്പം കാലം മാറി. അപ്പോൾ അന്ന് നിങ്ങൾക്ക് അങ്ങനെയില്ല. അച്ഛനും അമ്മയും നൽകുന്ന ആ പാതയിലൂടെ സഞ്ചരിച്ചു. എന്തായിരുന്നു സർ സെയ്ദ് കോളേജിലെ അനുഭവങ്ങൾ? സർ സെയ്ദ് കോളേജിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ബേസ്ഡ് ആയിട്ട് എൻ്റെ അനുഭവങ്ങൾ വളരെ കുറവായിരുന്നു. ബിക്കോസ് അല്ല, ഇപ്പം നമ്മൾ എൻട്രൻസ് പഠിച്ച കാലഘട്ടത്തിലൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ പഠിച്ച്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പഠിക്കുന്ന കാലഘട്ടം. കുറച്ച് 2 കൊല്ലം സീനിയർ ആയിരുന്നു കുഞ്ഞാലിക്കുട്ടി. അപ്പം അല്ല, പക്ഷെ ഞാൻ ഐ വാസ് നോട്ട് ഇൻവോൾവ്. ആ കോളേജിന്റെ ആക്ടിവിറ്റീസിൽ അത്ര ഇൻവോൾവ് അല്ലായിരുന്നു. ബിക്കോസ് നമ്മൾ മെഡിസിന് കയറണം എന്നുള്ളത് ശരിക്കും എനിക്ക് ഒരു തപസ് പോലെയായിരുന്നു. അതെ, സയൻസ് +2 ഗ്രൂപ്പ് എടുത്തു. അപ്പം കൂടുതലും ട്യൂഷൻസും അതിലായിട്ടൊക്കെ ഇപ്പം കോളേജിൽ നമ്മളൊരു അറ്റൻഡൻസിന് വേണ്ടി മാത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ്. അന്നത്തെ പോലെ ഇന്നത്തെ പോലെ ബ്രില്യൻറ്റും PC ചാക്കോ ഒന്നുമില്ല, PC തോമസ് സോറി. അപ്പം അപ്പം അന്ന് നമ്മൾ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഓരോ സബ്ജക്റ്റിന് കണ്ടിട്ട് അവരുടെ അടുത്ത് ട്യൂഷന് പോയി. ഓണസ്റ്റ്ലി അപ്പം വി വർ അഹെഡ് ഓഫ് ദ ക്ലാസ്. അപ്പം അങ്ങനെ പഠിച്ചപ്പോൾ നമ്മൾ കോളേജിൽ പോകാനാണ്. ഈ സർ സെയ്ദ് കോളേജിലെ ക്യാമ്പസിലെ സഹപാഠികളായിട്ടുള്ള ആളുകൾ ഓർമ്മയിൽ, ഇപ്പം താങ്കൾ സെൻറ്റ് മൈക്കിൾസിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മണിമണി പോലെ ആളുകളുടെ പേര് വന്നു. കോളേജ് ലൈഫിൽ ആരൊക്കെയായിരുന്നു അടുത്ത സുഹൃത്ത്? കോളേജ് ലൈഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 2 കൊല്ലത്തിൽ നമുക്ക് അത്ര ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും കോളേജിൽ നമ്മൾ അങ്ങനെ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികൾ അങ്ങനെ പറയാൻ പേര് ഓർമ്മയിൽ നിന്ന് പറയാനും ഇല്ല. അല്ല, അത് കുറേ പേരുണ്ടായിരുന്നു. ഒരു സണ്ണി ഉണ്ടായിരുന്നു, ഒരു ബെന്നി, രാജശേഖരൻ, മനോഹരൻ. അപ്പം പ്രൊഫസർ ഇ കുഞ്ഞിരാമനൊക്കെ ആ കാലഘട്ടത്തിലുണ്ടോ അവിടെ? സാറൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ സാറ് സയൻസ് കുഞ്ഞിരാമൻ സാറൊക്കെ ഉള്ള കാലഘട്ടം. അതെ അതെ. അപ്പൊ അങ്ങനെ ഈ അത് കഴിഞ്ഞ് സർ സെയ്ദൊക്കെ അന്നേരം നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. രാഷ്ട്രീയത്തിലേക്കൊന്നും പോകാൻ തോന്നിയിട്ടില്ല? രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു? ഇല്ല, ഐ വാസ് വെരി ഫോക്കസ്ഡ്. പഠനം തന്നെ. അതെ, പഠനം ഒറ്റ വഴി, എങ്ങനെ നല്ല മാർക്കിൽ പാസ്സാകണം, മെഡിസിന് ചേരണം. അങ്ങനെ ഈ എൻട്രൻസിൽ തന്നെ കിട്ടി, മെറിറ്റിൽ കിട്ടി. അതും കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട്, കേരളത്തിലെ നമ്പർ 1. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടെന്നാണ് പറയുക. കാരണം അത്രയധികം പേഷ്യൻസിനെ കണ്ടിട്ടാണ് പ്രാക്ടിക്കലിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു ലോകമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ മെഡിക്കൽ പഠനം? ആ പഠനം വാസ് വെരി ഇവൻറ്റ്ഫുൾ. ബിക്കോസ് അപ്പം വി ഹാഡ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ നമുക്കൊരു ലിബറേഷൻ പോലെയായിരുന്നു. നമ്മൾ മെഡിക്കൽ കോളേജിലൂടെ ചെല്ലുമ്പോൾ നമ്മൾ 10 കൊല്ലം കോളേജ് ബോർഡിങ്ങിൽ പഠിച്ചു. പിന്നെ 2 years യു ആർ പ്യുവർലി ഫോക്കസ്ഡ് ഓൺ യുവർ സ്റ്റഡീസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ യു ഗെറ്റ് ഇൻ ടു ദ മെഡിക്കൽ കോളേജ്. അപ്പം വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻവോൾവ് വിത്ത് ലോട്ട് ഓഫ് എക്സ്ട്രാ കരിക്കുലർ. ആദ്യ കാലഘട്ടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ നല്ല റാഗിംഗ് ഉള്ള കാലമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ റാഗിങ്ങിന് വിധേയനായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? ചമ്മലുണ്ടോ പറയാൻ? ചമ്മലുണ്ടോ പറയാൻ? റാഗിങ് കാര്യമായിട്ട് ബിക്കോസ് ഞങ്ങളൊക്കെ ചെന്നപ്പോഴത്തേക്കും വേറെ ഹോസ്റ്റൽസായി ജൂനിയർ ഡോക്ടേഴ്സിന്. അപ്പം റാഗിങ് കാര്യമായിട്ട് അനുഭവിച്ചിട്ടില്ല, പക്ഷെ റാഗ് ചെയ്തിട്ടുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിലെ ഓർമ്മകൾ, ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മകൾ പഠനകാലത്ത്? പഠനകാലത്ത് അത് കുറേ ഉണ്ട്. എന്നാലും ഏറ്റവും രസകരമായിട്ടുള്ളത് രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു. വി ഹാഡ് ഒരു 10 ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു 10 ഫ്രണ്ട്സ്. അപ്പം വി ആർ സ്റ്റിൽ കണക്റ്റഡ്. മാത്രമല്ല, ആരാണ് ഈ 10 പേര്? 10 പേര് മോസ്റ്റ് ഓഫ് ദം ഓവർസീസാണ്. എല്ലാവരും ഇവിടെ 1-2 പേര്. എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഈ 10 പേർക്ക് അവിടെ? ഗ്യാങ്ങിന് വല്ല പേരും ഉണ്ടായിരുന്നു? ഇല്ല, ഗ്യാങ്ങിന് പേരില്ലായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയാ, ആ കാലഘട്ടത്തിൽ കോളേജിൽ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് നടന്ന ഒരു അടിച്ചുപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആംഗിളിലാണ്? അത് എല്ലാ ആംഗിളിലും. That's something that cannot be said in public. പക്ഷേ ഓൺ ദ ഹോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ കോളേജ് ഒന്ന്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു തീർത്തും കോളേജിലെത്തിയപ്പോൾ ഒരു പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഐ എം ബീങ് വെരി ഓണസ്റ്റ്.
അപ്പോൾ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും. എന്തൊക്കെയായിരുന്നു പ്രധാന, ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ആക്ടിവിറ്റീസ് എന്തായിരുന്നു? അന്നേരം പഠനം മാത്രമല്ലേ ഉള്ളൂ, ഈ സ്പീച്ചും ഈ പറഞ്ഞ പോലെയുള്ള പ്രസംഗ പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ. കോളേജിൽ വന്നപ്പോഴോ? കോളേജിൽ വന്നപ്പോൾ അത് തന്നെയായിരുന്നു. ഐ വാസ് മോർ ഇൻ ടു ഔട്ട്ഡോർ ഗെയിംസ്, സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് ഒക്കെ. അപ്പം ക്രിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ ഐ വാസ് ദി ഓപ്പണിംഗ് ബോളർ. അതുപോലെ ഷട്ടിൽ ടീം. ആരായിരുന്നു അന്ന് ക്രിക്കറ്റിലെ ഏറ്റവും ആരാധകനായിട്ട് മനസ്സിൽ തോന്നിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ? ഗവാസ്കറൊക്കെ ഉള്ള കാലമായിരിക്കും. ഗവാസ്കർ, കപിൽ ദേവ്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും ഈ ക്രിക്കറ്റിൽ അവിടുത്തെ ക്രിക്കറ്റ് ടീമിന്റെ ഞാൻ ഓപ്പണിംഗ് ബോളറായിരുന്നു. എന്താണ് ആ കാലഘട്ടത്തിൽ ഉള്ള നല്ല ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒന്ന് പറയാൻ പറ്റും? ഏറ്റവും രസം 5 വർഷമല്ലേ അവിടെ ഉണ്ടായി? 5 വർഷം. 5 വർഷത്തെ അല്ല, ഞങ്ങൾ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങളുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ ബാച്ചായിരുന്നു ഇൻ മോസ്റ്റ് ഓഫ് ദി ഈ കൾച്ചറൽ ഫെസ്റ്റിനും പിന്നെ സ്പോർട്സ് ഡേക്കൊക്കെ ഞങ്ങളായിരുന്നു 2-3 കൊല്ലം അടുപ്പിച്ച് ഞങ്ങൾ തന്നെ. നിങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ഒരു വിഭാഗവും കുറേ അനാർക്കിസ്റ്റുകളായിട്ടുള്ള വിഭാഗവും മെഡിക്കൽ കോളേജിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സംഘം ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. പഠിപ്പിസ്റ്റുകളുണ്ടായിരുന്നു. അതേസമയം ഇങ്ങനെ അനാർക്കിസ്റ്റ്, നമ്മൾ ബുദ്ധിജീവി എന്ന് പറയും, ബുദ്ധിജീവികളുണ്ട്. പിന്നെ നമ്മളെ അന്നത്തെ നക്സൽ പ്രസ്ഥാനത്തിന് വരെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിൽ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് അജിത ഉൾപ്പെടെ, കെ വേണു ഉൾപ്പെടെ ഉള്ളവർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അല്ല, അത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത് തീർന്നു. പക്ഷെ ഞങ്ങൾക്ക് കുറെ ബുദ്ധിജീവീസ് ഉണ്ടായിരുന്നു. ബുദ്ധിജീവികളിൽ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ലൈവായിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽ? പിന്നെ ആരൊക്കെയാണ്? അല്ല, ബുദ്ധിജീവികളെല്ലാരും ഇപ്പം ബൂർഷകളായി. അവരെല്ലാം ഇപ്പൊ ബൂർഷകളായി ലോകത്തിന്റെ പല ഭാഗത്തും ഡോക്ടേഴ്സുമായിട്ടും വലിയ നിൽക്കുന്നില്ല. ടു മൈ നോളജ് നോട്ട് മെനി. പൊളിറ്റിക്സിലുണ്ടോ ആരെങ്കിലും? നിങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിങ്ങളോടൊപ്പം പഠിച്ച ആളുകൾ പൊളിറ്റിക്സിൽ ആരെങ്കിലും സജീവമായിട്ടുണ്ടോ? പൊളിറ്റീഷ്യൻ ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ 2 years സീനിയർ ആയിരുന്നു ഡോക്ടർ M.K. മുനീർ. ഡോക്ടർ അദ്ദേഹം നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഈ മുനീറിന്റെ പിതാവ് ആ സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് കോഴിക്കോട് ആയതുകൊണ്ട്. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ഡോക്ടർ M.K. മുനീർ മാത്രമേ ഉള്ളൂ പൊളിറ്റിക്സിലോട്ട് വന്ന ആള്. പിന്നെ ഞങ്ങളുടെ 2 years സീനിയർ ആയിരുന്നു ഇപ്പൊ നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു. പിന്നെ ഡോക്ടർ രാഘവൻ IRS കമ്മീഷണർ. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ 2 years സീനിയേഴ്സ് ആയിട്ട്. അപ്പോൾ അവർ ആക്ച്വലി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങളുടെ ജൂനിയർ ബാച്ചിൽ നിന്ന് ഈ IPS-നും IRS-നൊക്കെ പോയ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വേണു ആ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തനായിരുന്നു. ഡോക്ടർ V. വേണു ഹി വാസ് വെരി വൈബ്രന്റ്, വെരി ആക്റ്റീവ്. ഇപ്പം നമ്മുടെ ഒരു എല്ലാ ഡ്രാമാസിലും ഉണ്ടാവും. ഹി വാസ് എ ഗുഡ് ഒറേറ്റർ, എലക്യൂഷൻ കോമ്പറ്റീഷൻ, പിന്നെ നമുക്ക് ഈ ജസ്റ്റ് എ മിനിറ്റ് കോമ്പറ്റീഷൻ, അതിനൊക്കെ വേണു നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ MBBS കഴിഞ്ഞ ആളുകൾ സിവിൽ സർവീസിന് പോകാൻ പ്രേരണയാകുന്ന രീതിയിലേക്ക് വേണുവിൻ്റെ വരവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതിനു മുമ്പൊക്കെ ആളുകൾ കുറവായിരുന്നില്ല ശരിക്കും. MBBS കഴിഞ്ഞവർ ഇപ്പം വ്യാപകമാണ്. MBBS കഴിഞ്ഞ സിവിൽ സർവീസിന് പോകുന്നു. മിക്കവാറും പല SP-മാരും പല കളക്ടർമാരും ഡോക്ടർമാരാണ് അല്ലേ? മെഡിക്കൽ കോളേജ് കാലഘട്ടം അങ്ങനെ നല്ല രസകരമായിട്ടാണ് പോയത്. ഇപ്പോഴും അവിടുത്തെ നല്ല അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പം താങ്കളിൽ നിന്നും മറുപടി വരുന്നില്ല. ഡോക്ടർ ജോസഫ് ബെനവൻ്റെ മെഡിക്കൽ കോളേജ് കാലഘട്ടം പറഞ്ഞല്ലോ, അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ടാണ് വളർന്നത്. എന്നാൽ ഒരു 10 അംഗം സംഘമുണ്ടായിരുന്നു. ആ സംഘം കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്താണെന്നുള്ള ചോദ്യത്തിന്, ആവർത്തിച്ചുള്ള ചോദ്യത്തിന് വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. കാരണം അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നിട്ടായിരിക്കാം അല്ലേ? അല്ല, ഭാവി കുഴപ്പങ്ങളല്ല, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിച്ഛായയായിട്ട് നേരെ കോൺട്രാസ്റ്റ്. അപ്പൊ പ്രതിച്ഛായ സ്വന്തം തകർക്കണ്ട എന്ന് ഡോക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ല, അത് ബിക്കോസ് ബേസിക്കലി ഇപ്പം കോളേജിൽ തന്നെ അറിയാവുന്നവര് ചോദിക്കുന്നത് ഈ ബെനവനാണോ ആ ബെനവൻ? 2 ബെനവൻ അല്ലേ? കുരുത്തക്കേടുകളുടെ ഒരു കാലമായിരുന്നു അതല്ലേ? പക്ഷെ കുരുത്തക്കേടൊക്കെ കുറെ കഴിഞ്ഞാൽ തുറന്നു പറയണം കേട്ടോ. പക്ഷെ അതല്ല, അതിൻ്റെ അകത്ത് എനിക്ക് ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കോളേജിൽ മുഴുവൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഐ ബിലോങ് ടു ദ 27th ബാച്ച്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24th ബാച്ച് തൊട്ട്, കാരണം അവർ നമ്മളെ കുറച്ച് അല്ല അത് തൊട്ട് ഓൾമോസ്റ്റ് 30th ബാച്ച് വരെ ഉണ്ട്. എല്ലാ കാറ്റഗറിയും മെഡിക്കൽ കോളേജ് പഠനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ്? മെഡിക്കൽ കോളേജ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു കോർപ്പറേറ്റ് വേൾഡിൻ്റെ ഒരു ഐ ഹാഡ് ദാറ്റ് ഇൻ മീ. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് MBBS കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്റേൺഷിപ്പ് നമ്മുടെ ഹൗസ് സർജൻസി ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോയി. ഐ വെന്റ് ടു ഡൽഹി.
അപ്പം ഞാൻ ഡൽഹി സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തത്. വേറൊരു എക്സ്പീരിയൻസ്. അതെ, അപ്പോൾ അവിടെ ഞാൻ ആക്ച്വലി പോയത് അതൊരു വേൾഡ് ഓഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു 10 ഇരട്ടി ആണ് അവിടുത്തെ പേഷ്യൻ്റ്. പക്ഷെ ഞാൻ അവിടെ പോയത് എൻ്റെ മെഡിക്കൽ സ്കിൽസ് ഹോൺ ചെയ്യാനല്ല, എനിക്ക് അജണ്ട ഉണ്ടായിരുന്നു. അത് ഞാൻ ഹാഡ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. അപ്പം ഐ വാണ്ടഡ് ടു ഗോ ടു ദ US. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ശരിക്കുമുള്ള ഒരു അംബീഷൻ എന്താണെന്ന് വെച്ചാൽ ഹാർവർഡിൽ പോയിട്ട് MBA ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ചെയ്യുക. അപ്പോൾ അതായിരുന്നു എനിക്ക്, ഐ വാസ് ഹാർബറിങ് ദാറ്റ് ambition in me. എന്നിട്ട് ഞാൻ അവിടെ US അപ്പോൾ അന്ന് നമ്മൾ GMAT-ഉം GRE ആണ് പ്രിപ്പയർ ചെയ്യേണ്ട എൻട്രൻസ് ടു ക്ലിയർ ദാറ്റ് ആൻഡ് TOEFL. അപ്പോൾ ഞാൻ ആക്ച്വലി ഡൽഹി ചെന്നത് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു? അല്ല, അപ്പോൾ അവിടെ ഞാൻ റെഗുലറായിട്ട് അപ്പോൾ അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും എല്ലാ ഒരു ലൈബ്രറി, അപ്പോൾ ദേ വിൽ ഗൈഡ് us ഓൺ എഡ്യൂക്കേഷൻ ഇൻ ദ US. ഇന്നത്തെ പോലെ എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലില്ല. അപ്പം ഐ യൂസ് ടു ഗോ വായനയിലൂടെ തന്നെ കണ്ടെത്തേണ്ടി വരും. അപ്പം ഞാൻ അവിടെ ഓൾമോസ്റ്റ് എവറി വീക്ക് പോയിരുന്ന് ഐ വാസ് സ്കൗട്ടിങ്, ട്രൈങ് ടു ഷോർട്ട് ലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ആ എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യാനും എല്ലാം. എപ്പോഴും ഫാദറിൻ്റെ ഒക്കെ ദേ നെവർ വാണ്ടഡ് മീ ടു ലീവ്. അപ്പോൾ പിതാവിൻ്റെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ MBA ചെയ്യാൻ വിദേശ അല്ല, ഹി ലെഫ്റ്റ് മീ. പക്ഷെ എന്നാലും അവരുടെ ആഗ്രഹം നമ്മളെ അറിയിക്കും. അപ്പം ദേ വർ നോട്ട് അഡമന്റ്, യു ചൂസ് ഇറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് എത്ര വർഷമാണ് ഡൽഹിയിലെ ജീവിതം? അല്ല, ഡൽഹിയിൽ ഞാൻ 1 year ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ്. പോയോ? ഇല്ല. അപ്പം അതാണ്. അപ്പം അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്തു. ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തു ഫോർ ദി എക്സാംസ്. അപ്പം ഐ വാസ് എ പേഴ്സൺ ഹു ഓൾവേസ് യൂസ് ടു ലുക്ക് ഇൻ ടു ഇന്നർ കോളിംഗ്. നമുക്ക് ഉള്ളിൽ നിന്ന് എന്താ വരുന്നത്? അതെ, ഉൾവിളി. അപ്പം ഞാൻ അന്നും ഇപ്പോഴും നമ്മൾ ഉഴപ്പിയാലും എല്ലാം ഐ എം എ വെരി സ്പിരിച്വൽ പേഴ്സൺ ആണ്. ദൈവത്തോടെല്ലാം സംവദിക്കും, ദൈവത്തെ ഇഷ്ടമാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം എനിക്കെന്തോ ഒരു ഇന്നർ കോളിംഗ്, ഗോ ബാക്ക് ഹോം എന്ന് പറഞ്ഞു. I had that feeling in me that I shouldn't be going to the US even though I put so much of effort and attempt to. ആരാണ് മധ്യസ്ഥരായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാറ്? സാധാരണ പലരും ക്രൈസ്തവ വിശ്വാസികൾ മധ്യസ്ഥരായിട്ട് ചില ആളുകൾ ഏറ്റവും, ഇപ്പം വള്ളോപ്പള്ളി പിതാവ് എപ്പോഴും പറയാറുണ്ടല്ലോ, വള്ളോപ്പള്ളി പിതാവ് അല്ല പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ താങ്കൾ ഇഷ്ടപ്പെടുന്നത് ഡയറക്ടർ, നേരിട്ട ഏർപ്പാട്. ഓക്കെ. അങ്ങനെ തിരിച്ച് എങ്ങോട്ടാണ്? നാട്ടിലേക്ക് വരുന്നു. MBA സ്വപ്നം അവിടെ ഡൽഹിയിൽ അഴിച്ചു വെച്ചു. തിരിച്ചിവിടെ പോകുന്നത് അതവിടെ അഴിച്ചു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് പിന്നെ ചെയ്തത്? ഇവിടെ വന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അന്നും ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ജോണി ചേട്ടൻ്റെ കഞ്ഞിക്കടയുടെ പള്ളിയോട് ചേർന്ന് ചെറിയൊരു പള്ളി, അവിടെ ചെറിയ ജോണി ചേട്ടൻ്റെ ചെറിയ, അതിന്റെ നേരെ പുറകിലായിരുന്നു ലൂർദ് ഹോസ്പിറ്റൽ. അത് ഫാദർ തുടങ്ങിയ ഒരു 10 bed. ഞാനും കൂടി. അല്ല, അവിടെ കൂടി കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു അംബീഷ്യസ് ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പം അന്ന് എനിക്ക് എത്ര 23-24 വയസ്സ്. അന്നാണ് ഈ ഹോസ്പിറ്റൽ, ഇപ്പം നിങ്ങൾ കാണുന്ന ബിൽഡിംഗ് ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ വർക്ക്ഔട്ട് ചെയ്ത്. അപ്പോൾ ഫാദർ 23 വയസ്സിൽ എത്ര നിലയുള്ള കെട്ടിടം? അപ്പം അന്ന് ദാറ്റ്സ് ഫണി. അപ്പം ഞാനൊരു ദിവസം ഞങ്ങൾ കാറ് നടന്നു പോകുമ്പം, അന്ന് ഞങ്ങളുടെ ഒരു പഴയ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മദറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കാർ അന്ന് ആ പ്രായത്തിൽ തന്നെ ഞാൻ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് റോഡിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 10 floor ഹോസ്പിറ്റൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ നോബഡി കുഡ് ബിലീവ് ദാറ്റ് അന്നത്തെ കാലത്ത്. എന്നിട്ട് അപ്പോൾ അന്ന് പ്രത്യേകിച്ച് തളിപ്പുറം പോലുള്ള ഒരു മലയോര പട്ടണത്തിൽ. യെസ്. അപ്പോൾ അത് ഇപ്പം 10 നിലയുണ്ട്, ഇൻക്ലൂഡിങ് ദ ബേസ്മെൻറ്റ്. അപ്പോൾ അത് തളിപ്പുറമുള്ള സ്ഥലത്ത് 10 നില ഹോസ്പിറ്റൽ എടുക്കാൻ അന്ന് താങ്കൾ കാണിച്ച ആർജവും ഭയങ്കര കേട്ടോ. അത് എങ്ങനെ അത്ര ധൈര്യം കിട്ടി? അല്ല, അതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇപ്പം നമ്മുടെ ഇതൊന്ന് ഒരു പുതിയ കോൺസെപ്റ്റ് ഓഫ് തിങ്കിങ് എല്ലാം കൊണ്ടുവന്നത്. അപ്പം അവർ എന്നോട് ഇത്രയും വലിയൊരു പ്ലാൻ ഇറ്റ് വോണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു താങ്ക് യു ഫോർ യുവർ സർവീസസ് എന്ന് പറഞ്ഞു. ഐ ഡിഡ്ന്റ് കം ഹിയർ ടു ബി ഡിസ്കറേജ്ഡ്, ഐ വാണ്ടഡ് യു ടു മോട്ടിവേറ്റ് മീ, സോ ലെറ്റ് മീ ട്രൈ മൈ ഓൺ പാത്ത് എന്നും പറഞ്ഞ് ഞാൻ സഞ്ചരിച്ചു. അപ്പം ദാറ്റ്സ് ഹൗ ഇറ്റ്സ്. പിന്നെ ഞാൻ വർഷം മുമ്പാണ് ഈ 10 നില കെട്ടിടം വരുന്നത്. ലൈക്ക് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ലൈക്ക് നമ്മൾ വി ഡിഡ്ന്റ് ഡിപ്പെൻഡ് ടു മച്ച് ഓൺ ബാങ്ക് ലോൺസ്. കാരണം ഇന്നത്തെ പോലെ എത്ര വർഷമാണത് അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ തന്നെ ഞാൻ ഈ 23-24, കാരണം അത് അപ്രൂവൽ കിട്ടാൻ കുറേ സമയം എടുത്തു. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് വേണമായിരുന്നു അപ്രൂവൽ കിട്ടാൻ. അപ്പോൾ അപ്രൂവലിൻ്റെ ഒത്തിരി ഇഷ്യൂ. അപ്പോൾ അത് ദാറ്റ് ഇറ്റ് സെൽഫ് ടുക്ക് 2 years. മലയോര ഈ തളിപ്പറമ്പ് പോലുള്ളൊരു പട്ടണത്തിൽ അന്നത്തെ ബസ് സ്റ്റാൻഡ് പോലും സ്വന്തമായിട്ടില്ല. റോഡരിയിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത്, പഴയ റോഡിൽ.
അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 10 നില ഒരു ഹോസ്പിറ്റൽ ഇവിടെ എടുക്കാൻ ശരിക്കും പ്രേരണയായത് ആരാ ശരിക്കും? അതൊക്കെ അങ്ങനെയൊക്കെ അത്രയും വലിയ അല്ല, ഞാൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഐ സെഡ്, ഞാൻ ഇപ്പോൾ പുറത്ത് പോകാൻ നേരത്ത് ഞാനിപ്പം ഹൗസ് ഓഫ് ദ ജംഗിൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റൈറ്റ് ഓപ്പോസിറ്റ്. അതെ, അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഓൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് ഞാൻ കൂടുതലും അതായിരുന്നു വായിക്കുക. അതെ അതെ. അതിനുശേഷം പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇപ്പം ഈ പറയുന്ന ഹോസ്പിറ്റലും ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലേക്കൊക്കെ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലേക്ക് ഞാൻ വന്നത് ആക്ച്വലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ബൈ ഡിഫോൾട്ടാണ്. ബിക്കോസ് എൻ്റെ ഫാദർ IMA മെമ്പറായിരുന്നു. അപ്പോൾ ഫാദർ എന്നെ പിടിച്ച് മെമ്പറാക്കി. അപ്പോൾ ഇനീഷ്യലി അത് പ്രോബബ്ലി ആസ് ലോങ് ആസ് ഞാനിപ്പോൾ ഡോക്ടറായി പാസ്സായി വന്ന എനിക്കങ്ങനെ 28 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് തളിപ്പറമ്പ് IMA ബ്രാഞ്ച് ആയിരുന്നു. അപ്പോൾ IMAക്ക് ഇല്ല, ആദ്യം നമ്മളൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുമായിരുന്നു വെറുതെ. എന്നിട്ട് ഞാൻ മീറ്റിങ്സിനൊക്കെ വളരെ ലാഘവത്തോടെ പോകും. ഐ വാസ് നോട്ട് ഇൻവോൾവ്, ഒന്നിലും ഇൻവോൾവ് ആയില്ല. അപ്പോൾ IMAക്ക് ഒരു ബിൽഡിംഗ് പണിയണമായിരുന്നു ഇവിടെ IMAയുടെ. അപ്പം ആ ബിൽഡിങ്ങിൽ എല്ലാവരും പിടിച്ച് എന്നെ കൺവീനറാക്കി. അപ്പം അങ്ങനെയാണ് അത് ആക്റ്റീവായി തുടങ്ങിയത്. ആദ്യം തളിപ്പറമ്പ് ശാഖ പ്രസിഡന്റായി IMAയുടെ യാത്രയിൽ ആദ്യത്തെ ഭാരവാഹിത്വം ഇവിടുത്തെ പ്രസിഡന്റ്ഷിപ്പ്. അല്ല, പിന്നെ ഞാൻ ആക്ച്വലി എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടന്നത്. ബിക്കോസ് അപ്പോൾ ഇമേജ് കൺസീവ് ചെയ്തു 2000. ആശയം എങ്ങനെ വന്നു? ഞാൻ നേരത്തെ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ഒരു കാലത്ത് വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് സർജിക്കൽ അവിടുന്ന് വരുന്ന വേസ്റ്റുകൾ, ശരീരത്തിൻ്റെ പല പാർട്സും പല സ്ഥലത്തും ആൾക്ക് കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ആരുടെ ആശയമായിരുന്നു? നിങ്ങൾ ആദ്യം മുതലേ അതിനകത്തുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. ഇപ്പം ആക്ച്വലി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMA ബൈ ചോയ്സ് അല്ല അത് ചെയ്തത്. 1998 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്താണ് ആദ്യമായിട്ട് അവർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന കാറ്റഗറി ഓഫ് വേസ്റ്റ് 10 കാറ്റഗറീസ് ഓഫ് വേസ്റ്റ്. അത് ഇങ്ങനെ അനാറ്റമിക്കൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, സിറിഞ്ചസ്, നീഡിൽസ്, കോട്ടൺ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് 10 കാറ്റഗറീസ്. അപ്പം മുഴുവനും എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. അപ്പം ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി ഒരു ഓർഡർ വിട്ടു 2000 ആകുമ്പോഴത്തേക്കും ഇത് ചെയ്തിരിക്കണം, ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പം കേരള ഗവൺമെന്റ് ആണ് ആക്ച്വലി IMAനെ ഇൻവൈറ്റ് ചെയ്തത്. ഇമേജിന്റെ ഫുൾ ഫോം എന്താണ് ശരിക്കും? ഇമേജ് IMAGE. IMA G goes eco-friendly. IMA goes eco-friendly. അപ്പം നമ്മുടെ ഒരു എൻവയൺമെന്റ് കമ്മിറ്റ്മെന്റ് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലെയും ഇപ്പം ശേഖരിക്കുന്നുണ്ട്. എത്ര ഹോസ്പിറ്റലിൽ ശേഖരിക്കുന്നുണ്ട് ഇപ്പം ലൈക്ക് പറഞ്ഞു കഴിഞ്ഞാലോ, ഇമേജിൻ്റെ സൈസ് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഗ്രോ ചെയ്ത് വന്നത്. ഇപ്പം ഇമേജ് ഹാസ് ബിക്കം സോ പ്രോമിനൻറ്റ്, ഗവൺമെൻറ്റും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ലാബ്, ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ ഇമേജിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പം ആസ് ഓഫ് ടുഡേ നമുക്ക് ഏകദേശം 18,900 അടുത്ത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സാധനം മുഴുവൻ ശേഖരിക്കുന്നുണ്ട്. ഇത് എവിടെയാണ് സംസ്കരണ പ്രക്രിയ നടക്കുന്നത്? അപ്പൊ ഡെയിലി ഞങ്ങൾ എത്ര വാഹനങ്ങളാണ് ഇത് ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾക്ക് 76 വെഹിക്കിൾസ്, 76 വാഹനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്നു. ഇതിന്റെ കേന്ദ്രീകൃത സംവിധാനമാണോ? ഇതിന്റെ ഇല്ല, അത് പാലക്കാട് മാത്രമേ ഉള്ളൂ. പാലക്കാട് എവിടെയാണ്? പാലക്കാട് കഞ്ചിക്കോട് 23 ഏക്കർ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടെയാണ് ഈ സംസ്കരണം. അപ്പൊ ഡെയിലി ഇമേജ് ട്രീറ്റ്സ് ഓൾമോസ്റ്റ് 56 ടൺസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അതും ഇറ്റ് ഈസ് ഓൾ ഡിജിറ്റലൈസ് ചെയ്ത് കംപ്ലീറ്റ്. ഇപ്പം ഞങ്ങളുടെ വെഹിക്കിൾസ് എല്ലാം GPS മോണിറ്റേർഡ് ആണ്. അതുപോലെ ഓരോ ഹോസ്പിറ്റലിൽ നിന്നും ശേഖരിക്കുന്ന വേസ്റ്റ് ബാഗ് ബാർകോഡഡ് ആണ്. അപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ ബാഗ് ഏത് ഹോസ്പിറ്റലിൽ ഏത് ക്ലിനിക്ക്. നമ്മുടെ നാടിന്റെ ഒരു വലിയ ഭീഷണിയായി മാറുമായിരുന്ന ഒരു മാലിന്യ പ്രശ്നത്തിലാണ് ശരിക്കും IMA പരിഹാരം കണ്ടത്. എനിക്ക് ലയൺസ് ക്ലബ്ബ് പോലുള്ള സംഘടനകളുടെ താങ്കളുടെ റോൾ എന്താണ്? അതിനകത്തും താങ്കളുടെ പേര്. അതെ, ഞാൻ ലയൺസിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഇമേജിന്റെ പ്ലാൻ ടു വിസിറ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. വേസ്റ്റ് മാനേജ് ചെയ്യുന്ന
സംവിധാനം ഇങ്ങനെയാണെന്നുള്ളത്. അതൊരു ഹിസ്റ്റോറിക്കൽ പിക്ചറാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. നിങ്ങൾ ഇമേജ് ഫെസിലിറ്റി വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയും അതൊരു പറുദീസയാണ്. ഫുൾ ലോണ്, ഫൗണ്ടൻസ്, ഒരിടത്തും വേസ്റ്റ് ഇല്ല, 5-6 പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 50 tons ഓഫ് വേസ്റ്റും നിയമം അനുസരിച്ച് വിതിൻ 24 hours ഡിസ്പോസ് ചെയ്യണം. അപ്പം ഞാൻ എത്ര പേരവിടെ ജോലി ചെയ്യുന്നുണ്ട്? അവിടെ എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു 472 ആൾക്കാർ, 450 പേര് ജോലി ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് 19,000 വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ഈ ഒരു സംവിധാനം ഇല്ലാതിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി? ഞങ്ങളുടെ വെഹിക്കിൾസ് ഇപ്പം ഞങ്ങളൊരു ആവറേജ് കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഞങ്ങളുടെ ഈ വെഹിക്കിൾസ് ഡെയിലി ആവറേജ് ഒരു വെഹിക്കിള് ഐ തിങ്ക് അറൌണ്ട് 14,000 കിലോമീറ്റേഴ്സാണ് ഓടുന്നത്. അപ്പോൾ ഈ 76 വെഹിക്കിൾസിൻ്റെ ഓട്ടം എത്ര വരും? 40,000 കിലോമീറ്റർ മൊത്തം ഈ വാഹനങ്ങൾ, അല്ലേ? വലിയൊരു സംവിധാനമാണ്. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ താങ്കൾക്ക് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും. എന്തായാലും ലയൺസ് ക്ലബ്ബ് പോലുള്ള സംഘടനകളെക്കുറിച്ച് ഒന്ന് പറയാം. അത് കഴിഞ്ഞ് താങ്കളുടെ ജീവിത പങ്കാളിയിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. എന്തൊക്കെ വ്യത്യസ്തമായ മേഖലകളിലാണ് താങ്കൾ ഉണ്ടായിരുന്നത്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലയൺസിൽ ഞാൻ വന്നത് ഫാദർ ആയിരുന്നു ലയൺസിന്റെ ചാർട്ടർ മെമ്പർ. അപ്പോൾ അതുകൊണ്ട് ലയൺസ് നമുക്കറിയാമല്ലോ സർവീസ് ചെയ്യുന്ന ഒത്തിരി ഓർഗനൈസേഷൻ. അപ്പോൾ ലയൺസിൽ എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ വാസ് ഈ ലയൺസിന് ഹോം ഫോർ ഹോംലെസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക. അപ്പം അന്നത്തെ കാലത്ത് ഈ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു US ഏജൻസി ഉണ്ട്, അവരുടെ ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു. വെച്ചിട്ട് ലയൺസ് ഹാബിറ്റാറ്റ് ഫോർ ഡിസേബിൾഡ് അംഗവൈകല്യമുള്ളവർക്കുള്ള ഒരു പ്രത്യേക പ്രോജക്റ്റ്. അതല്ല, അത് ഇതൊക്കെ കാലിപ്പർ ലിംഫ് ഇതൊക്കെ കൊടുക്കുന്നത്, ഇത് വീട് വെച്ച് കൊടുക്കുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ഞാൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അന്നത്തെ ഗവർണർ എനിക്ക് സാങ്ഷൻ തന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് പാസ്സാകാൻ കുറച്ച് സമയം എടുത്തപ്പോൾ ഞാൻ തന്നെ US പോയി അത് സാങ്ഷൻ ആക്കിക്കൊണ്ടുവന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ഞാൻ ഓൾമോസ്റ്റ് 100 ഹൗസസ് 100 വീടുകൾ നിർമ്മിച്ച് നൽകാൻ നേതൃത്വം നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള മനുഷ്യരെ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇമേജ് തന്നെ ഒരു വലിയ സംഭവമാണ്. നമുക്കറിയാലോ, നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി ഒരു ആശുപത്രി പോയി നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിൽ നിന്നൊക്കെ വരുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ഒരു കാലത്ത് ഞാൻ പറഞ്ഞ പോലെ റോഡരികിലായിരുന്നു. ഇന്നതിന് ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഡോക്ടർ ജോസഫ് ബെനവൻ്റെ ജീവിത പങ്കാളി ഷൈൻ ബെനവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഷൈൻ ബെനവൻ, സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. ഇത്രയും നേരം താങ്കളുടെ ജീവിത പങ്കാളിയുമായി ഞങ്ങൾ സംവദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കോളേജ് കാലഘട്ടം പറഞ്ഞു, സ്കൂള് കോളേജ് കാലഘട്ടമൊക്കെ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രണയമുണ്ടോ എന്ന് ഇതുവരെ ചോദിച്ചില്ല, നിങ്ങൾ വന്നിട്ട് ചോദിക്കാം എന്ന് കരുതി. സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലോ. ചോദിക്കട്ടെ, സത്യം പറയോ? കുറച്ചൊരു ബേജാറ് പോലെ. ഉണ്ടായിരുന്നോ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പ്രണയമുണ്ടായിരുന്നു? ഇല്ല. ബിക്കോസ് ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനം എടുത്തിട്ടാണ് കയറിയത് പ്രേമിക്കുക. നോ, ബിക്കോസ് ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ മുഴുവൻ ഈ ഡോക്ടർ ഓറിയന്റേഷൻ ആയതുകൊണ്ട് എനിക്ക് ഐ ഓണസ്റ്റ്ലി ആദ്യം ഡോക്ടർ കല്യാണം കഴിക്കണം തീരുമാനിച്ചായിരുന്നു. അതെന്താ അങ്ങനെ തീരുമാനം എടുത്തത്? അങ്ങ് തീരുമാനിച്ചു, അത്ര ഒരു കാരണവുമില്ല. അല്ല, ടു മച്ച് ഓഫ് ഡിസ്കഷൻ അറ്റ് ഹോം ഓൺ മെഡിസിനും ഇതുമല്ല. അപ്പൊ എനിക്ക് ഐ വാണ്ടഡ് എ ചേഞ്ച്. അല്ല, മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കോർപ്പറേറ്റ് വേൾഡിലോട്ടുള്ള ഒരു ഇതും എന്റെ മനസ്സിലുള്ള ഇല്ല, പ്രീ ഡിഗ്രിക്കില്ല. അല്ല, അതിന്റെ നേരെ ഞാൻ പറഞ്ഞു പഠനം മാത്രം. സ്കൂളിൽ പിന്നെ ഹോസ്റ്റലാണ്, ഒരു രക്ഷയില്ല. സെന്റ് മൈക്കിൾസ് ആയതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. എങ്ങനെ ഷൈൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു? അതെങ്ങനെയാണ്? അത് അറേഞ്ച്ഡ് മാരേജ് ആണോ? എങ്ങനെ കണ്ടെത്തി ഷൈൻ? അറേഞ്ച്ഡ് മാരേജ്. എവിടെയാണ് ഷൈൻ്റെ വീട്? Bangalore. I'm from Bangalore. എവിടെയാണ്? Bangalore, I'm from Richmond town. എന്താണ് ഫാമിലി? We are ഞങ്ങൾ ബിസിനസ് ഓറിയന്റഡ്. അച്ഛന്റെ പേര്? മിസ്റ്റർ വാരുണി. He's no more. ആൻഡ് അമ്മയുണ്ട്. ആൻഡ് ലിസി. എവിടെയാണ് നിങ്ങൾ നാട്ടിൽ? ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂരിനാ, പക്ഷെ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ മലയാളികളാണ്. ബാംഗ്ലൂർ കർണാടക. അതെ.
നമ്മൾ സക്സസ് സ്റ്റോറിയുടെ അഭിമുഖത്തിനിടയിൽ ഒരു അതിഥി കൂടി വന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ജോസഫ് ബെനവൻ്റെ മടിയിൽ ഇങ്ങനെ സുന്ദരിക്കുട്ടനായി അല്ലെങ്കിൽ സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുക. ആണാണോ പെണ്ണാണോ? ആണാണ്. എന്താണ് പേര് വേണ്ടത്? എൻസോ. എവിടുത്തുകാരനാണ് ഇവൻ ശരിക്കും? ഇവൻ പൂഡിൽ കാറ്റഗറിയിൽ. ഏത് നാടാ? ഏതാ ശരിക്കും ഇവിടെ യഥാർത്ഥ നാട് എവിടെയാണ്? വിദേശിയാണല്ലോ. വിദേശിയാ. എന്താണ് ഇതിന്റെ പരിപാടി? എത്ര കാലമായി കൂടെ കൂടിയിട്ട്? ഇപ്പം 1 കൊല്ലം 1.5 കൊല്ലമായി. എന്തൊക്കെയാണ്? നല്ല സ്നേഹമാണ്. അതെ. പക്ഷെ ഇത് ഭയങ്കര ബൈ നേച്ചർ ഈ ഡോഗ് ഇസ് വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു ഹ്യൂമൻ ബീങ്സ്. അപ്പൊ നമ്മളെപ്പോഴും എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഡോക്ടർ ജോസഫ് ബെനവൻ, നമ്മുടെ സമയം തീരുകയാണ്. ലൂർദ് ഹോസ്പിറ്റല്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരം ഈ തളിപ്പറമ്പിൻ്റെ ഒരു ചിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ലൂർദ് ഹോസ്പിറ്റലും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. ലൂർദിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ തളിപ്പറമ്പിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ എന്തൊക്കെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? താങ്കൾ കോളേജിനെ കുറിച്ച് പറഞ്ഞു, അതിനുവേണ്ടി 20 ഏക്കർ സ്ഥലം എടുത്തത് പറഞ്ഞു. എന്തൊക്കെയാണ് മറ്റ് പ്രൊജക്റ്റുകൾ? എന്തൊക്കെയാണ് ലൂർദിൻ്റെ തന്നെ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ്? ഇപ്പം ഞങ്ങൾ ആക്ച്വലി വി ആർ ഫോക്കസിങ് ഓൺലി ഓൺ സെക്കൻഡറി കെയർ. ഇപ്പം നമുക്ക് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട് ആസ് കൺസൾട്ടൻസ്. ഏതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് ലൂർദിൽ? എല്ലാ സെക്കൻഡറി കെയർ, എല്ലാ സ്പെഷ്യാലിറ്റീസും, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റീസ്, എല്ലാ സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ വരുന്നുണ്ട് വീക്ക്ലി 1 or 2 ആയിട്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ്, അപ്പം നമ്മൾ കുറേ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. പക്ഷേ ദർ ആർ ഇൻറ്റൻറ്റ് ടു ഡു പ്രസിഡന്റ് സ്ഥാനം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ബിൽഡ് ചെയ്തിട്ട് തളിപ്പറമ്പിലും പ്രാന്തപ്രദേശത്തുള്ള ആൾക്കാർക്കും ഇമ്മീഡിയറ്റ് നല്ല ചികിത്സ കിട്ടുക എന്നത്. യെസ്, IMA പ്രസിഡന്റ് എന്നുള്ള IMAക്ക് താങ്കൾ ചെയ്ത സംഭാവനകൾ ഓരോന്നായി ഞങ്ങൾ കേട്ടു. IMA പ്രസിഡന്റ് എന്ന നിലക്ക് താങ്കളുടെ മനസ്സിലുള്ള പുതിയ സങ്കല്പങ്ങൾ എന്താണ്? നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? IMA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു മേജർ ഇനീഷ്യേറ്റീവ് ഞങ്ങൾ ഇക്കൊല്ലം കൊടുത്ത ത്രസ്റ്റ് വാസ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എമംഗ് ഡോക്ടേഴ്സ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ എഞ്ചിനീയറിംഗ് കോളേജസിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അപ്രൂവലോട് കൂടി ഇന്നോവേഷൻ ഹബ്സ് ഉണ്ട്. ദേ ആർ കോൾഡ് IEDCs. അപ്പം ഞാൻ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞപ്പം എൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു, ത്രസ്റ്റ് ഏരിയ ആയിരുന്നു IEDCs മെഡിക്കൽ കോളേജസിൽ സെറ്റപ്പ് ചെയ്യാൻ. അപ്പം അത് ഐ മേഡ് പ്രസൻറ്റേഷൻസ് ടു ദ ഗവൺമെൻറ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ അത് ഗവൺമെൻറ് ആ പ്രോജക്റ്റ് എടുത്തു, അംഗീകരിച്ചു. അപ്പം ഞങ്ങൾ ഓൾറെഡി 3 മീറ്റിംഗ്സ് കഴിഞ്ഞു 3 സോണിലും, എല്ലാ മെഡിക്കൽ കോളേജസിൽ നിന്നുള്ള പ്രിൻസിപ്പൽസും റെപ്രസെൻറ്റേറ്റീവ്സും ആൻഡ് ഡെൻറ്റൽ കോളേജസ്. അപ്പം അവർ വന്നിട്ട് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പ് മിഷനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് എല്ലാം വി ഹാഡ് എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ഓൾ ദീസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ബിക്കോസ് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ മുന്നോട്ട് നീങ്ങുമ്പം ഇന്നോവേഷനിലോട്ടും പോകണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് 42% ഓഫ് ഇന്നോവേഷൻ നടക്കുന്നത് ഹെൽത്ത് കെയറിലാണ്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദൻ 5%. അപ്പം ആസ് വി മൂവ് അഹെഡ് വി വാണ്ട് ഡോക്ടേഴ്സ് ടു ഓൺ കമ്പനീസ്, വി വാണ്ട് ഡോക്ടേഴ്സ് ടു ബിക്കം ഓൺട്രപ്രണേഴ്സ് along with their clinical facilities. അപ്പം 22 health medical colleges have already given their expression of interest that they want to set up IEDCs in medical colleges. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു they'll come out with a GO and also a policy statement. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട് കോൾ ആവോ ഗാവോ ചലേ, ദാറ്റ് ഈസ് ഗോ ടു ദ വില്ലേജസ്, പാവപ്പെട്ടവരെ ചികിത്സിക്കാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ അതുകൊണ്ട് what we did is ഞങ്ങൾ അല്ല, ഞങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്, എവിടെ ആദിവാസികളെ ട്രൈബൽ ഏരിയ. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരളയായിട്ട് ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തു. 100 ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിൽ ഞങ്ങൾ ഈ കൊല്ലം മെഡിക്കൽ ക്യാമ്പ്സ് നടത്തും. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ഈ കഴിഞ്ഞ 4 മാസം കൊണ്ട് വി ഹവ് ഓൾറെഡി ഡൺ 53 സെറ്റിൽമെൻറ്റ്സ് ഞങ്ങൾ കവർ ചെയ്തു. അതൊക്കെ നിങ്ങൾ ശരിക്കും പബ്ലിഷ്, ഇറ്റ്സ് കോൾഡ് സ്നേഹഹസ്തം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് അതൊരു മേജർ ഇനീഷ്യേറ്റീവാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ സക്സസ് സ്റ്റോറിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇമേജ് തന്നെയാണ് മനസ്സിൽ പതിഞ്ഞ ഒന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു പദ്ധതിയാണ്. അതിൻ്റെ തുടക്കക്കാരിൽ ഒരാൾ എന്ന നിലക്കും, അതുപോലെ തളിപ്പറമ്പിൻ്റെ വികസന ചിത്രമെടുത്താൽ ലൂർദ് ഹോസ്പിറ്റൽ, ലൂർദിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് ഒരു എന്താണ് പറയേണ്ടത്, വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. മലയോരങ്ങളുടെ സ്ഥിരാകേന്ദ്രമാണ് തളിപ്പറമ്പ്. ഏറ്റവും നല്ല ചികിത്സ നൽകുന്ന ഒരു വലിയ ആരോഗ്യ
പരിപാലന സ്ഥാപനം ഇവിടെയുണ്ട്. അതുപോലെ ഷൈൻ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നമ്മുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് വ്യത്യസ്ത മേഖലകളിലൂടെ ഇവർ സഞ്ചരിക്കുകയാണ്. ഡോക്ടറാണ്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ, സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൃത്യമായ സാന്നിധ്യം. ഇവർ ഒരു മാതൃകയാണ്. ഇവരുടെ സക്സസ് സ്റ്റോറി നമുക്ക് ഒരു പാഠമാണ്, പാഠപുസ്തകമാണ്. പഠിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ. ഇപ്പോഴും നല്ല ഊർജ്ജസ്വലരായി, നമ്മുടെ തളിപ്പറമ്പിൻ്റെ മമ്മൂട്ടി എന്ന് പറയാം, നല്ല സുന്ദരനായി, അതുപോലെ തന്നെ ജീവിത പങ്കാളിയും വളരെ ആർജവത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒത്തിരി സ്വപ്നങ്ങൾ അവർക്കുണ്ട്. നമുക്കും സ്വപ്നങ്ങൾ കാണാൻ ഇത്തരം ആളുകളുടെ അനുഭവം പ്രചോദനമാകും. അതാകട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സക്സസ് സ്റ്റോറിയിൽ പങ്കെടുത്ത ഡോക്ടർ ജോസഫ് ബെനവനും ഷൈൻ ബെനവനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം. Well, thank you so much. It was our honor and privilege. Thank you.